ഫ്ലവേഴ്സ് കുടുംബത്തിന് ഇന്നസെൻ്റ് ചേട്ടനെ കുറിച്ച് ഓർക്കാൻ ഒരുപാടുണ്ട്. അദ്ദേഹം ക്യാൻസർ ചികിത്സയിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ചികിത്സയ്ക്ക് രാവിലെ കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തും. മടങ്ങുന്നത് മിക്കവാറും മണിയിലുള്ള മീഡിയ സിറ്റിയിലെ 24 സ്റ്റുഡിയോ ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ വഴിയായിരിക്കും. അവിടെ പരിപാടിയിൽ പങ്കെടുക്കും. ആരോടും പറയില്ല താൻ ചികിത്സ കഴിഞ്ഞ് വരികയാണ് എന്നുള്ളത്. അതും അദ്ദേഹം മറച്ചു വയ്ക്കും. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം തുല്ലസിച്ച് ചിരിച്ച് പരിപാടിയൊക്കെ കെങ്കേമമാക്കി മടങ്ങിപ്പോകുന്ന ഒരു ഇന്നസെൻ്റ് ഉണ്ട്. ഡോക്ടർ വി പി ഗംഗാധരൻ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അപാരമായ സിദ്ധിയെക്കുറിച്ചും ശേഷിയെക്കുറിച്ചും ഒക്കെ സ്വകാര്യ സംഭാഷണങ്ങൾ എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ്റെ അപാരമായ ഒരു സിദ്ധിവിശേഷവും വല്ലാത്തൊരു ആത്മവിശ്വാസവും എത്രയോ ക്യാൻസർ ബാധിതർക്ക് ആത്മവിശ്വാസവും ആവേശവും നൽകിയ ആളായിരുന്നു ചേട്ടൻ. ഫ്ലവേഴ്സിൻ്റെയും 24 കുടുംബത്തോടും വല്ലാത്തൊരു അടുപ്പം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ എക്സൈറേറ്റ് ചെയ്തൊക്കെ പറയാറുണ്ട്. കോവിഡ് കാലത്തൊക്കെ എന്നെ നിലനിർത്തിയ പണമൊക്കെ ലഭിച്ചത് അവിടെ നിന്നാണെന്നൊക്കെ അദ്ദേഹം പലരോടും പറയുമായിരുന്നു. മാത്രമല്ല ഒരിക്കലും അദ്ദേഹത്തിന് കുറച്ച് തുക ബാക്കി കിട്ടാനുള്ളപ്പോൾ അദ്ദേഹത്തോട് വഴിയിൽ വെച്ചൊരു നടൻ ചോദിച്ചു, അവിടുന്ന് പൈസയെ കിട്ടുന്നുണ്ട്, അവർ തലേന്നേ തരിക പതിവ് എന്ന് പറഞ്ഞ ആളാണ് ഇന്നസെൻ്റ് ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മഹാമനസ്കതയും സ്നേഹവായ്പും ഒരുപാട് അറിയാൻ അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത ഒരുപാട് ആളുകൾ പുറത്ത് മാത്രമല്ല ഈ നെറ്റ്വർക്കിൻ്റെ അകത്തുമുണ്ട്. എപ്പോഴും നമ്മളെ ചിരിപ്പിക്കുകയും സ്വന്തമായി ചിരിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹം വീട്ടുകാരനെ പോലെയായിരുന്നു ഫ്ലവേഴ്സ് കുടുംബത്തിന്. ഫ്ലവേഴ്സ് 1 കോടിയിൽ അതിഥിയായെത്തിയപ്പോൾ ഒരു തമാശക്കഥ പറയും പോലെ അർബുദബാധയെക്കുറിച്ചും ചികിത്സയുടെ കാലത്തെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്രതീക്ഷിതമായെത്തിയ അർബുദത്തിന് പോലും ആ ചിരിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ക്യാൻസറും കോവിഡും തമ്മിലുള്ള വഴക്ക് നടക്കുക. അവസാനം ക്യാൻസറും ഉണ്ട്, കോവിഡ് ഉണ്ട്. ഞാൻ ഇത്രേ കേട്ടുള്ളൂ. ക്യാൻസറുകാരൻ പറഞ്ഞൂടാ, ഞാൻ 8 വർഷമായി ഇയാളുടെ ദേഹത്ത് കൂടിയിട്ട്, മനസ്സിലായില്ലേ? നീ ഈ കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ഇവിടെ കൊണ്ട് നാട്ടിച്ച് മാത്രല്ല ഈ കോവിഡിന്റെ അമ്മയ്ക്ക് വിളിച്ചു ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം. അതോടുകൂടി കോവിഡ് എവിടേക്കോ പോയി. കോവിഡില്ല. 18 വർഷം അമ്മ പ്രസിഡന്റായി പ്രവർത്തിച്ചതിന്റെ വിശേഷങ്ങളും നർമ്മ മുഹൂർത്തങ്ങളും പങ്കുവച്ചു. ഞാനൊരു അധികാരി എന്നുള്ളത് അവർക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവര് ചെയ്യേണ്ട കാര്യങ്ങള് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സ്നേഹത്തോടു കൂടിയിട്ടാണ്. നമ്മളവിടെ ഇപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ നടന്മാരും മമ്മൂട്ടിയോ മോഹൻലാലോ ജയറാമോ മുകേഷോ ആരാണെങ്കിലും അവിടെ ഇരിക്കടോ എന്ന് ഞാൻ പറഞ്ഞാൽ അവരവിടെ ഇരിക്കും. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും ഹാസ്യം കൂടെയുണ്ടായിരുന്നു. ടോപ്പ് സിംഗർ സീസൺ 2 തുടക്കമായപ്പോഴും 100 എപ്പിസോഡുകൾ പിന്നിട്ടപ്പോഴും ആ സൗമ്യ സാന്നിധ്യം നമുക്കൊപ്പമുണ്ടായി. അത്തമ്പത്തിന് പഞ്ഞിക്കായില് പട്ടം പൊക്കണറാട്ടെ, അറ്റം പറ്റിയ നെല്ലിപ്പലകയിൽ വെള്ളം കോരണറാട്ടെ, കറങ്ങിയാട് കയറിലാട് ചരടിലാട് കിണറ്റിലാടടാ. പാട്ടും ചിരിയും കളികളുമായി മത്സരാർത്ഥികൾക്കൊപ്പം ചേർന്നു. എന്നെ ആരെങ്കിലും വിളിച്ചാ? ജീവിതത്തിലുടനീളം തളരാതെ പൊരുതാൻ കരുത്തായതും ഹൃദയത്തിൽ സൂക്ഷിച്ച ആ നർമ്മമായിരിക്കാം. പുസ്തകം ഇന്റർനാഷണലി സെയിൽ തുടങ്ങിയല്ലോ ചേട്ടന്റെ പുസ്തകം. ഇറ്റലി തുടങ്ങി അല്ലെ, ചില രാജ്യത്തൊക്കെ ഇറങ്ങുന്നു, വേറെ ഭാഷയിലൊക്കെ. കാശ് കിട്ടി തുടങ്ങി ചേട്ടാ. ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് നമ്മുടെ മലയാളത്തിൽ തന്നെ 61,000 കോപ്പിയായി. 61,000 കോപ്പി അടിച്ചു കഴിഞ്ഞു അല്ലെ മലയാളത്തിൽ. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റത് എന്റെ പുസ്തകമാണെന്ന് അവര് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫംഗ്ഷൻ അവര് കോഴിക്കോട് വെച്ച് നടത്തി, മാതൃഭൂമി. അതും റെക്കോർഡാ. വിരുന്നുകാരനായെത്തി വീട്ടുകാരനായി മാറിയ ആ സൗമ്യ സാന്നിധ്യം വർഷങ്ങളോളം നമുക്കൊപ്പമുണ്ടായി. ആ ഓർമ്മകൾക്ക് മുൻപിൽ 24ന്റെ പ്രണാമം. ചിരിക്കുക എന്ന് പറയുന്നതാണ് ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ സമയത്തും ഒരു ചിരി, സന്തോഷം മനസ്സിന്റെ അകത്ത് ഉണ്ടായാൽ നമുക്ക് നമ്മുടെ വേദനകൾ മറക്കാം, ഒക്കെ മറക്കാം. അപ്പൊ നമ്മുടെ ആളുകളുടെ മുഴുവനും വേദനകൾ ഒരിക്കലും ഇന്നസെൻ്റ് ചേട്ടനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തോട് ഇടപഴകിയിട്ടുള്ള ആർക്കും അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയില്ല. ഒരു കൊല്ലം കഴിയുന്നു എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു ഓർക്കാപ്പുറത്ത് ഒരു ദിവസം ക്യാൻസർ രോഗം വന്നതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ള പ്രശ്നമായിരുന്നില്ല, മറ്റുള്ള ആളുകൾക്കായിരുന്നു അതിൻ്റെ പ്രശ്നം. അപ്പോൾ ക്യാൻസറിനെ ഞാൻ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ചിന്തയിൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോഴൊക്കെ നമുക്കായിരുന്നു ആ ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഇന്ന് വല്ലാത്ത സങ്കട ദിവസത്തിലായിരിക്കും. കാര്യം എല്ലാ ദിവസവും അവർക്ക് അവിടെ ഇന്നസെൻ്റ് ചേട്ടൻ ഇല്ലാത്ത ഒരു അവസ്ഥയൊന്നും ഉണ്ടാകില്ലല്ലോ. അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നു ഈ അവസരത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.